പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തല്ലോ. സാധാരണ CFC-യിൽ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു വചനമാണ് റോമർ 8:29. മറ്റൊന്ന് റോമർ 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കരുത്ത് നടത്തുകയല്ല. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പം കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളൊരു പാട്ടി പാടാറില്ല, യേശുവെ പോൽ ആകാം പ്രവൃത്തിയിൽ നമ്മെ വിളിക്കുന്നു ഈ ജീവനായി. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാനായിട്ടാണ് നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വചനങ്ങളെല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്നതായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് പോകാറില്ല, ആഴ്ത്തി കുഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട് ബാഹ്യതലത്തിലാ നമ്മൾ പണിയുന്നത്. അതുകൊണ്ടാണ് പരീക്ഷകളിൽ വീണു പോകുന്നത്. നമ്മൾ ആഴത്തിൽ കുഴിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാടുകളിലേക്ക് പോകുന്നവരാണെങ്കിൽ മാത്രമേ ഇളകാത്ത ഒരു ക്രിസ്തീവിതം പണിയാനായിട്ടും നയിക്കാനായിട്ടും നമുക്ക് കഴിയത്തുള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായത്തില് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമ്മൾ പാപം ചെയ്യുന്നതിന്റെ കാരണം എന്താ? ദൈവവചനം പറയുന്നത് നമ്മൾ പാപം ചെയ്യുന്നതിന്റെ കാരണം ദൈവിക പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ആണോ? അങ്ങനാണോ പറയുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 33-34 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 15-ന്റെ 33-34 വാക്യങ്ങളിൽ, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു, നീതിക്ക് നിർമ്മലരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, നമ്മൾ പാപം ചെയ്യാനുള്ള കാരണം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? റോമാലേഖനം 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 28-ാമത്തെ വാക്യത്തിൽ, റോമർ 1:28, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം വരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അതിന്റെ മുകളിലോട്ടുള്ള ഭാഗത്ത് പറയുന്നൊരു കാര്യം, ദൈവത്തെക്കുറിച്ച് അതിന്റെ 20-ാം വാക്യത്തിൽ, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന്റെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ വിഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്ന രൂപസാക്ഷ്യമാക്കി കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. തുടർന്നാണ് 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം വരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ ആത്മീയമായിട്ട് വളരേണ്ട ഒരു ആവശ്യമുണ്ട്. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തില് നമ്മൾ ഏതൊക്കെ കാര്യത്തിലാണ് വളരേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, 2 പത്രോസ് 3:18, കൃപയിലും നമ്മുടെ രക്ഷിതാവും കർത്താവിന്റെ രക്ഷിതാവും യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പൊ നമ്മൾ ഈ ദൈവിക പരിജ്ഞാനത്തിൽ വളരും തോറുമാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത്. ഹോശേയ പ്രവചനത്തില് അവിടെ പ്രവാചകൻ എഴുതുമ്പോൾ അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
ഇസ്രായേൽ മക്കൾ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളുടെ ഒരു വ്യവഹാരമുണ്ട്. ദേശ സത്യവുമില്ല, ദൈവമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. തുടർന്ന് 6-ാമത്തെ വാക്യത്തിൽ പരിജ്ഞാനമില്ലായാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. തുടർന്ന് അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരും. നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവിക പരിജ്ഞാനം വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന എഫീസിനെ നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെ അനുഗ്രഹം എല്ലാം വന്നിരിക്കുന്നത്? നമ്മുടെ ആത്മാവിലാ. കൊരിന്ത്യ ലേഖനത്തിൽ അവർക്ക് എഴുതുമ്പം നിങ്ങൾ സകല വചനത്തിലും സകല ജ്ഞാനത്തിലും സമ്പൂർണ്ണമായി തീർന്ന് ഇങ്ങനെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തുടർന്ന് അവരോട് എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കും ഇരിക്കും, നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യ പോലെ നടക്കുന്നവരാ. അപ്പൊ ജഡികൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. അപ്പൊ അവരോട് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ഒരു കുറവുമില്ല, നിങ്ങൾ കർത്താവിന്റെ വരവ് കാത്തിരിക്കുക, എല്ലാത്തിലും നിങ്ങൾ സമ്പൂർണരാ. അവരെവിടെയാ സമ്പൂർണരായിരിക്കുന്നത്? ആത്മാവിൽ. വീണ്ടും ജനിച്ചൊരു മനുഷ്യന് ആത്മാവിൽ അവൻ സമ്പൂർണനാണ്. നമ്മുടെ സഭയിൽ നിരന്തരമായിട്ട് കേൾക്കുന്നൊരു കാര്യം, നമ്മുടെ വീണ്ടെടുപ്പിന് 3 തലങ്ങളുണ്ട്. ആത്മാവിലുള്ള വീണ്ടെടുപ്പ്, ദേഹിയിലുള്ള വീണ്ടെടുപ്പ്, ദേഹത്തിലുള്ള വീണ്ടെടുപ്പ്. വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിലുള്ളൊരു വീണ്ടെടുപ്പാണ് നടക്കുന്നത്. പക്ഷേ ആ വീണ്ടെടുപ്പിന്റെ ജീവൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നേ, റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുമ്പം ദൈവിക ജീവൻ നമ്മുടെ ആത്മാവിൽ പകരപ്പെടുന്നു. പാപത്തിൽ മരിച്ച മനുഷ്യന്റെ ആത്മാവ് വീണ്ടും ജനിക്കുന്നു. പക്ഷെ ആ ആത്മാവിലും എന്തുണ്ട്? ദൈവാത്മാവിലല്ല, മനുഷ്യന്റെ ആത്മാവിൽ എന്തുണ്ട്? 1 കൊരിന്ത്യർ 7 എന്താ വായിക്കുന്നത്? അതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. അപ്പൊ നമ്മൾ ദൈവിക പരിജ്ഞാനത്തിൽ വളരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ ജഡത്തിലുള്ള അശുദ്ധിയെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. 1 പത്രോസ് 2-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, വീണ്ടും ജനിക്കുന്നതിന് വരെ അങ്ങനെ പോരാട്ടമില്ല. നമ്മൾ എഫീസ് 2-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നത്, മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരക്കും ഇഷ്ടം അതിന് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അവിടുന്ന് നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നത്. അപ്പൊ നമ്മളെ ആത്മാവിൽ വീണ്ടും ജനിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ നടക്കുന്നത്? ജഡത്തിനും മനോവികാരക്കും ഇഷ്ടം ചെയ്തുകൊണ്ടാണ്. അവിടെ നമ്മൾ വീണ്ടും ജനിക്കുമ്പം ആത്മാവിനെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന നമ്മൾ വീണ്ടും ജനിക്കുമ്പം നമ്മൾ തിരിച്ചു നടക്കാൻ തുടങ്ങുന്നു. യെശയ്യാ 30 നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിന്റെ 30-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം 20 വാക്യങ്ങളാണ്. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാൽ ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീനെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും. പിറകിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒരു സമയത്ത് മനസ്സിലാക്കിയിരുന്നത്, നമ്മുടെ ക്രിസ്തീയത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്ന, കർത്താവ് അശരീരിയായിട്ട് നമ്മൾ സംസാരിക്കുമെന്ന. ഇവിടെ പുറകിൽ എന്ന് പറയുമ്പോൾ അർത്ഥം ആത്മാവിൽ നിന്ന്. ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ ഇതുവരെ നടന്നത് എങ്ങനെയാ? ജഡത്തിനും മനോവികാരക്കും ഇഷ്ടമതുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ വീണ്ടും ജനിക്കുമ്പം ആത്മാവിന്റെ പിന്നാലെ പോകാനായിട്ട് നമ്മൾ തിരിയുന്നു.
നമ്മുടെ മനസ്സ് തിരിയുന്നു, മനം തിരിയുന്നു. അല്ലെ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന് വരുന്ന മാറ്റം, തിരിയലാണ്. ജഡത്തിൽ വെച്ചിരുന്ന മനസ്സ്, റോമർ 8:6 നമ്മൾ വായിക്കുന്നു. അത് ലിവിംഗ് വേൾഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ വെച്ച മനസ്സ് മരണം, ആത്മാവിൽ വെച്ച മനസ്സോ ജീവനും സമാധാനവും. ഒരു കാലം നമ്മൾ മനസ്സ് ജഡത്തിലാണ് വെച്ചിരുന്നത്. ജഡത്തിന് മനോവികാരക്ക് ഇഷ്ടമായതുകൊണ്ട് പാപത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വീണ്ടും ജനിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സങ്ങോട്ട് തിരിയുന്നു, ആത്മാവിലേക്ക് തിരിയുന്നു. ആത്മാവിൽ വെച്ച മനസ്സ് ജീവനും സമാധാനവുമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതുവരെ നമ്മൾ നടന്നതിന് വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് 3 തലങ്ങളുണ്ട്. ദേഹിയില് മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ, ഈ 3 തലങ്ങളാണ് ഉള്ളത്. നമ്മൾ ആത്മാവിലെ വീണ്ടും ജനിച്ച് നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, ദേഹത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്മാവിൽ നിന്ന് വരുന്നതിനെ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇത് എവിടുന്നാ വന്നതെന്ന് എങ്ങനെ അറിയുന്നേ? നമുക്കൊരു ചിന്ത വന്നു, ആ ചിന്ത എവിടുന്നാ വന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയാം? ആത്മാവിൽ നിന്നാണോ, ദേഹിയിൽ നിന്നാണോ, ജഡത്തിൽ നിന്നാണോ വന്നതെന്ന് നമ്മളെങ്ങനെ അറിയാം? ആത്മാവിൽ നിന്ന് വന്ന ചിന്തയോടുള്ള ബന്ധത്തിൽ അത് നമ്മളിൽ ഉളവാക്കുന്നത് ജീവനും സമാധാനവുമായിരിക്കും, സ്വസ്ഥതയായിരിക്കും. അല്ലാത്തടത്തു നിന്ന് വരുന്നത് അസമാധാനവും അസ്വസ്ഥത ഉളവാക്കുന്ന. ഇപ്പം നമുക്കൊരു ചിന്ത വന്ന് നമ്മളൊരു സഹോദരനോട് ഷെയർ ചെയ്യുന്നു, ആ സഹോദരൻ അതിനെ നിരസിക്കുന്നു. ആത്മാവിൽ നിന്ന് വന്ന ചിന്തയാണെങ്കിൽ നമ്മൾ സ്വസ്ഥരായിരിക്കും. ആ സഹോദരനെ നിരസിക്കുന്നതിന് എതിരായിട്ട് പറയുകയും ചെയ്താലും നമ്മൾ സ്വസ്ഥതയിലായിരിക്കും. പക്ഷെ നമ്മളിൽ നിന്ന് തന്നെ ദേഹിയിൽ നിന്ന് വന്നൊരു ചിന്തയാണെങ്കിൽ നമുക്ക് ആ സഹോദരനോട് കയ്പും വെറുപ്പും അകൽച്ചയൊക്കെ, നമ്മുടെ തീരെ ഇനി പുള്ളിയായിട്ട് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ നിരന്തരമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭാര്യ-ഭർത്തൃ ബന്ധത്തില്. അപ്പൊ നമ്മളിൽ തന്നെ വരുന്ന ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, നല്ലതെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നിടത്ത് നമ്മൾ ആത്മീയമായിട്ട് ക്ഷീണിക്കാനിടയായിത്തീരും. ആത്മാവിൽ നിന്നുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. നമ്മുടെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, എന്നുറവകൾ നിന്നുള്ള പാട്ടില്, വേറെ ഉറവകളൊന്നും എനിക്ക് വേണ്ട. ആ മറ്റുറവകൾ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വരുന്നല്ല, നമ്മളിൽ തന്നെ വരുന്ന, നമ്മുടെ സ്വയത്തിൽ നിന്ന്, ദേഹിയിൽ നിന്ന് വരുന്ന ഉറവകളുണ്ട്. അതും ഇത് ഒരുപോലെ തോന്നും കണ്ടാല്, പക്ഷെ ഇതിന്റെ ഫലം വ്യത്യസ്തമായിരിക്കും. നമ്മളിൽ നിന്ന് വരുന്ന ചിന്തകള്, നമ്മളിൽ നിന്ന് വരുന്ന ഉറവകൾ നമ്മളെ തന്നെ ഉയർത്തുന്നതും നിഗളത്തിലേക്ക് നയിക്കുന്നതും സ്വയപ്രശംസയുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ ദൈവത്തിൽ നിന്ന് വരുന്ന ചിന്തകള് നമ്മളെ തന്നെ താഴ്ത്തുന്നതും മഹത്വം ദൈവത്തിന് കൊടുക്കുന്നതുമായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ തിരിച്ചറിയുന്നത്. അപ്പൊ നമ്മൾ ഈ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ക്രിസ്തീയബോധം തെറ്റായ വഴി പോകുമ്പോഴും നമുക്ക് നമ്മളോടുള്ള ബന്ധത്തിൽ തൃപ്തി ഉണ്ടാവും. അപ്പൊ ഈ ദൈവിക പരിജ്ഞാനം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അവിടെ നമ്മൾ 2 കൊരിന്ത്യർ 3 വായിച്ചത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പം പഴയ നിയമത്തില് അവരുടെ ബുദ്ധിയോടായിരുന്നു ന്യായപ്രമാണം സംവാദിക്കുന്നത്. അവർ ഗ്രഹിക്കുന്നതെല്ലാം ബുദ്ധിയുടെ തലത്തിലായിരുന്നു. നമുക്കറിയാം, പരീശന്മാരൊക്കെ വചനം നന്നായിട്ട് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞ് നിങ്ങൾ നരകവിധി എങ്ങനെ തെറ്റിയൊഴിയും? ഏറ്റവും നന്നായിട്ട് ന്യായപ്രമാണം അറിയാവുന്ന അതിൽ കർത്താവ് വേറെ ഭാഗത്ത് പറഞ്ഞില്ല, അവർ പറയുന്ന പോലെ എല്ലാം നിങ്ങൾ ചെയ്തോ, പക്ഷെ ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. കാരണം ഈ ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് ദൈവനത്തെക്കുറിച്ചുള്ള ഒരു അറിവും ബോധ്യമൊക്കെ കിട്ടാം, പക്ഷെ നമ്മളെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തത്തില്ല. പക്ഷെ ആത്മാവിൽ, വെളിപ്പാടിൽ, ഹൃദയങ്ങളിൽ ദൈവം തരുന്ന ബോധ്യങ്ങളുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞു, ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ഉൾനട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ നിന്ന് വെളിപ്പാടിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ലഭിക്കുന്ന ഒരു വചനമാണ്. അത് നമ്മളെപ്പോഴും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു പോരാട്ടത്തിൽ നമ്മൾ ഇത് തിരിച്ചറിയണം. എബ്രായലേഖനം 4:12 മുതൽ വാക്യങ്ങളിൽ ദൈവത്വനത്തെക്കുറിച്ച് പറഞ്ഞ ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമഞ്ഞകളെയും വേർതിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സോൾ, സ്പിരിറ്റ് ആൻഡ് ബോഡി, ഇതിനെ 3നെയും എന്ന് പറഞ്ഞ് ഇത് എവിടുന്ന് വന്നതാണെന്ന് ദൈവവചനം നമ്മളെ കാണിച്ചു തരും. നമ്മളിൽ തന്നെ വന്നതാണോ, ആത്മാവിൽ നിന്ന് വന്നതാണോ?
അത് നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിൽ വരെ തുളച്ചു ചെല്ലുന്ന പ്രക്രിയ ദൈവത്തിന്റെ വചനം ചെയ്യുന്നു. അത് ജീവനും ചൈതന്യമുള്ളതായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പാടിലൂടെ ലഭിക്കുന്ന ഈ വചനങ്ങളാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. ആ വചനങ്ങൾ നമ്മളെ തന്നെ താഴ്ത്താൻ പ്രേരിപ്പിക്കും. കർഷകരുടെ നടുവിലിരിക്കുന്നിടത്തും നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. നമ്മളിന്ന് പാടി യേശുവിന്റെ മുഖത്തേക്ക് നീ ശ്രദ്ധിച്ചു നോക്കിയിടുക. അതെന്തൊക്കെ ചെയ്യും? നമ്മൾ 804 പാട്ടിൽ അത് പാടിയേ. എന്തൊക്കെ ചെയ്യും നമ്മളവിടെ പാടിയത്? നമ്മൾ യേശുവിന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയിടുക. തൻ മഹത്വത്തിന് മുമ്പിൽ മങ്ങിടും ഭൂവിൻ വസ്തുക്കൾ നേട്ടങ്ങളും. യേശുവിനെ നമ്മൾ ആത്മാവിൽ കാണുമ്പോൾ, ആ മഹത്വം കാണുമ്പം, ഇന്ന് നമ്മളെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഈ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒന്നും അതിന് നമ്മുടെ ഗ്രിപ്പ് നഷ്ടപ്പെടും, പിടി നഷ്ടപ്പെടും. ഇന്ന് നമ്മൾ വളരെ ഉന്നതമായിട്ട് കാണുന്നതെല്ലാം നമുക്ക് മ്ലേച്ഛമായിട്ട് തോന്നാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിൽ കർത്താവിനെ ദർശിക്കുന്നിടത്ത്, ഫിലിപ്പിയ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുമ്പോൾ, ഫിലിപ്പിയ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, അത്രയുമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞപ്പം ഒന്നാമതാണ് ഛേദമെന്ന് എണ്ണി. ഇവിടെ പറഞ്ഞു ഇപ്പോഴും. ആ പരിജ്ഞാനത്തിൽ നമ്മൾ വളരും തോറും ഈ ലോകത്തിന്റെ മഹത്വം എല്ലാം നമ്മുടെ കണ്ണിന് മുമ്പിൽ മങ്ങാനായിട്ട് തുടങ്ങും. അത് നമുക്ക് ഇന്ന് നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം അതൊന്നുമല്ല നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സത്യത്തിലേക്ക് നമ്മൾ നടത്തപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തില് ഒരു ഭർത്താവ് എന്നുള്ള നിലയിലുള്ള എല്ലാ പോരാട്ടങ്ങളും അവസാനിക്കും. ഇപ്പം സാധാരണ ഭർത്താക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാര്യമാര് ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. ശരിയല്ലേ? അപ്പൊ പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കാൻ പറയുന്നുണ്ട്. മറ്റൊക്കെ ക്ഷമിക്കും. നമ്മളെ ഒരു സദസ്സിലായിരിക്കുമ്പോൾ ഭാര്യ ബഹുമാനമില്ലാണ്ട് നമ്മളോട് സംസാരിച്ചാൽ നമ്മളെ വല്ലാണ്ട് മുറിപ്പെടുത്തും, അസ്വസ്ഥപ്പെടുത്തും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ദൈവദേശത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുന്നിടത്ത് ഇതൊന്നും നമ്മളെ സ്പർശിക്കാതെയാകും. ഇനി ഒരാൾ സ്നേഹിക്കാതിരുന്നാലും, നമുക്കെതിരായിട്ട് തിരിഞ്ഞാലും, നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലും അതൊന്നും നമ്മളെ ഇളക്കത്തില്ല. മത്തായി 11:29 കർത്താവ് പറഞ്ഞ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റം എന്നോട് പഠിപ്പിൻ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തി. ആത്മാവിലുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ദൈവം നമ്മളെ ആത്മാവിലാ പണിയുന്നു. ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുന്നു. ഒന്നാമത് നമ്മുടെ ആത്മാവിലാണ് നമ്മളെ പണിയുന്നത്, ആത്മാവിലാണ് നമുക്ക് രൂപാന്തരം വരുത്തുന്നത്. അങ്ങനെ ഒരു പണി നടക്കുന്നിടത്ത് ഈ പുറമേയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളെ സ്പർശിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ആദരവില്ലാതെ ഭാര്യ നമ്മളോട് സംസാരിച്ചു പോയാൽ നമ്മുടെ സമാധാനമൊക്കെ നഷ്ടപ്പെടും. അത് കാണിക്കുന്നത് എന്താ? നമ്മൾ ആത്മാവിലുള്ള സമാധാനത്തിന്റെ പിന്നാലെ അല്ല പോകുന്നത്, നമ്മുടെ ദേഹിയിലുള്ള സമാധാനത്തെ നമ്മൾ അന്വേഷിക്കുന്നത്. ആത്മാവിലുള്ള ആ സമാധാനത്തിലൂടെ അത് ഇളക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. യഥാർത്ഥത്തിലുള്ള ഈ ആത്മാവിലുള്ള ഒരു പണി നമ്മൾ നടക്കുമ്പോൾ ഇളകിപ്പോകാത്തൊരു സമാധാനത്തിന്റെ ഉടമകളായിട്ടാണ് നമ്മൾ തീരുന്നത്. കാരണം നമ്മൾ പണിയുന്ന ആത്മാവിന്റെ തലത്തിൽ നിന്നാണ്. അവിടെ ആത്മാവിന്റെ തലത്തിൽ നമ്മൾ പണിയുമ്പോൾ നമ്മുടെ ജഡവും ദേഹിയും നമുക്കെതിരാണ്. അതാ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ, നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ. ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് 1 പറയുമ്പം അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയേ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. നമ്മളും അങ്ങനെ തന്നെ അതേ വഴിയിലൂടെയാ പോകുന്നത്. ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടു. നമ്മൾ ഒരിക്കലും ജഡത്തിന് ചെവി കൊടുക്കുന്നില്ല. ഈ ക്രിസ്തീയത്തിന്റെ വഴിയിൽ പോകുന്നിടത്ത്, നമ്മൾ ബുദ്ധിയുടെ പ്രമാണത്തിൽ നടക്കുന്നിടത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് വന്നും പോയിരിക്കുന്ന ഒരു സന്തോഷമായിരിക്കും. കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും. നമുക്ക് ലോകമനുഷ്യനും അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഇപ്പം വീട്ടില് കാര്യങ്ങൾ അനുകൂലമല്ലാതെ തീരുന്നിടത്ത്, ഇനി ഭാര്യയോ കുഞ്ഞുങ്ങളോ കീഴടങ്ങുന്നില്ല, അനുസരിക്കുന്നില്ല, എതിർത്ത് നിൽക്കുന്നിടത്തും ആത്മാവിൽ പണിയപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സമാധാനത്തിലാണ് ജീവിക്കുന്നത്.
അപ്പൊ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താ നമ്മുടെ സമാധാനത്തെ കെടുത്തി കളയുന്നത്? കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും, നമ്മൾ വളരെ സന്തോഷത്തില്ല, വളരെ ഐക്യതയും സ്നേഹവും കൂട്ടായ്മയൊക്കെ ഉണ്ട്. പക്ഷെ കാര്യങ്ങൾ എതിരായി തീരുന്നിടത്ത് നമ്മുടെ സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ഈ ഒരു നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും തമ്മിൽ വേർതിരിക്കാൻ തുടങ്ങുന്നിടത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു യഥാർത്ഥത്തിലുള്ള സമാധാനം നമ്മൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും. ആത്മാവ് എപ്പോഴും കർത്താവിലേക്കാണ് നോക്കുന്നത്, അല്ലെ? നമ്മുടെ രണ്ടാമത്തെ ചാൻസ് അല്ല, യേശുവെ നീ ധ്യാനിക്കുക, തൻ സ്നേഹത്തെ പാനം ചെയ്യുക, പാപം സ്വാർത്ഥവും ഷണ്ണയെല്ലാമേ മാഞ്ഞു പോകുമേ സ്നേഹാക്തിയിൽ. അപ്പൊ നമ്മുടെ എന്തുകൊണ്ടാണ് ഇന്നും കുടുംബങ്ങളിൽ ഷണ്ണയുള്ള? നമ്മൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാത്ത കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് നമ്മുടെ ഓരോ പരീക്ഷയുടെ സ്ഥാനത്തും യേശുക്രിസ്തു എങ്ങനായിരുന്നു എന്നുള്ളതിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനൊരു പരീക്ഷയിലൂടെ കടന്നു പോയപ്പോൾ അപ്പൊ നമുക്കറിയാം, കർത്താവിന്റെ അന്ത്യസമയത്തോടെടുത്തപ്പം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോകുന്ന സമയം വരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും ഏകനായിരുന്നില്ല. കാരണം എന്താ? ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നമുക്കറിയാം, അവസാന സമയത്ത് എല്ലാവരും വിട്ടിട്ട് പോയി. ഏറ്റവും അധികം ഏറ്റുപറഞ്ഞ പത്രോസാണ്. ഇവരൊക്കെ വിട്ടുപോയാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. പക്ഷെ പത്രോസ് നമുക്കറിയാം എന്ത് ചെയ്തു. മറ്റവരാരും അങ്ങനെ ആശ്ചര്യമായിട്ട് തള്ളി പറഞ്ഞില്ല. പക്ഷെ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. അവസാനം നമ്മളിങ്ങനെ വായിക്കും, പ്രാകുവാനും ആണയിടാനും തുടങ്ങി. അവിടെയാ കോഴി കൂകിയപ്പം കർത്താവ് തിരിഞ്ഞു പത്രോസിനെ നോക്കി. നമ്മളവിടെ വായിക്കുന്നൊരു കാര്യം, പത്രോസ് അതിദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് പത്രോസിന് ഓർമ്മ വന്നു, കർത്താവ് പറഞ്ഞു, കോഴി 2 പ്രാവശ്യം കൂവും മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. നമുക്കെല്ലാം പത്രോസിനെ പോലെയുള്ള ദേഹിയിലുള്ള ബോധ്യങ്ങളും ഉറപ്പും വിശ്വാസവും ധൈര്യവും എല്ലാം ഉണ്ട്. പക്ഷെ പരീക്ഷ ശക്തമാകുമ്പം, സമ്മർദ്ദങ്ങൾ ശക്തമാകുമ്പം പത്രോസ് ചെയ്തതുപോലെ തന്നെ നമ്മളും ചെയ്യും. ഞാൻ കുടുംബീയത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കാറുള്ള. മുന്നോട്ട് പോകും തോറും ഇപ്പൊ ഭാര്യയുടെ പ്രതികരണങ്ങളോ ഒന്നും നമ്മളെ സ്പർശിക്കാതാകും. അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ. മറ്റേ അങ്ങനല്ല. പ്രതികൂലമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകും, നമ്മുടെ സ്നേഹം നഷ്ടപ്പെടും, കയ്പ് വരും, അകൽച്ച വരും. പക്ഷെ നമ്മൾ കൂടുതൽ ഈ കർത്താവിന്റെ പരിജ്ഞാനത്തിൽ വളരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവിടുന്ന് സ്വതന്ത്രരായിത്തീരും. കർത്താവ് പറഞ്ഞ പോലെ ഈ സമാധാനം ആർക്കും എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനത്തെ ഒരു നീണ്ട വർഷം നമ്മൾ കർത്താവിന്റെ പിന്നാലെ പോയതിനു ശേഷവും നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് ആ നിലയിൽ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നുണ്ടോ? 2 പത്രോസ് 3 നമ്മൾ വായിച്ചു, കൃപയിലും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ? 2 പത്രോസ് പറയുന്നുണ്ട്. 2 പത്രോസ് 2:20 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, 2 പത്രോസ് 2:20 കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ. ഈ പരിജ്ഞാനം നമ്മൾ എന്താ ചെയ്യുന്നത്? ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടാൻ നമ്മളെ സഹായിക്കും. ലോകം എന്ന് പറഞ്ഞാൽ എന്താ? 1 യോഹന്നാൻ 2:15 നമ്മൾ വായിക്കും, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ലോകം എന്ന് പറയുമ്പം വ്യത്യസ്തമായ മറ്റെന്തോ നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ ദൈവനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം ഇത് വിട്ട് ഓടാൻ നമ്മളെ സഹായിക്കും. എബ്രായ ലേഖനകർത്താവ് എഴുതുമ്പോൾ 6-ാം അധ്യായത്തില് 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ഉത്സാഹിക്കാൻ പറയുന്നുണ്ട്, അല്ലേ? ശ്രമിക്കുക. ക്രിസ്തുവിനെ കുറിച്ച് ആദ്യവചനം എന്ന് പറയുമ്പോൾ ഏതാ? പാപക്ഷമ, അല്ലെ? ഇന്ന് അതല്ലേ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ശിശുവിന്റെ പ്രത്യേകതയാണ്. ഒരു ശിശുവായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശിശുവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പിസോഡിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉടലുന്ന ശിശുക്കളായിരിക്കാതെ
സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവൻ തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഒരു ശിശു എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുക, ശിശു തൊട്ടുമോളി പറയുന്നുണ്ട്, ശിശു എപ്പോഴും പാലാ ചോദിക്കുക. പാലെന്ന് പറഞ്ഞാൽ എന്താ? പാപക്ഷമയെ കുറിച്ചുള്ള ഉപദേശമാണ് അത്. പക്ഷെ നമ്മളൊരു പുരുഷത്വത്തിലേക്ക് വളരുമ്പം കട്ടിയുള്ള ആഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്. എബ്രായർ 5:12 കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിക്കാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഈ കട്ടിയുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. യുവക നിമിത്തം ദൈവകോപം അനുസരണം കെട്ട മരണങ്ങൾ വരുന്നു. അവർ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവരിൽ നടന്നു പോകുന്നു. ഇപ്പോഴും നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഉപയോഗിക്കുകയും വിട്ടുകളവിന് അന്യോന്യം ഫോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഈ പരിജ്ഞാനം നമ്മൾ വളരും തോറും നമ്മൾ പാപത്തെ ജയിക്കുന്നവരായിത്തീരും. നമുക്കറിയാം, ഇയ്യോബ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രമാണം ഇല്ലായിരുന്നു, മനസ്സാക്ഷി പ്രമാണത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. 30-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പിന്നെ ഒരു കന്യയെ നോക്കുന്നത് എങ്ങനെ? തുടർന്ന് താനിങ്ങനെ പറയുന്നത്, എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ. ദൈവിക പരിച്ഛേദന, നമ്മുടെ ഹൃദയ പരിച്ഛേദന ചെയ്യുന്നൊരു കാര്യം ജഡത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുക. ഫിലിപ്പിയർ 3:3 നമ്മൾ എന്താ വായിക്കുന്നത്? നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവുകൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പം ഒരാന്തരിക ഹൃദയ പരിച്ഛേദന, ആത്മാവുള്ള ഹൃദയ പരിച്ഛേദന ലഭിക്കുമ്പം ജഡവുമായുള്ള ബന്ധമാണ് മുറിയുന്നത്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു, പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഇന്നും നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ നമ്മൾ ശിശുക്കളാണ്. ഇന്നും നമ്മൾ കോപത്തിനും കയ്പിനും പിണക്കത്തിനും ഒക്കെ വിധേയപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ശിശുക്കളാണ്. നമുക്കറിയാം, പിള്ളേരെ എന്തെങ്കിലും കിട്ടിയില്ല അന്നേരം പിണങ്ങും, ഇല്ലേ? നമുക്ക് അറിയാം. പിണങ്ങി മുഖമൊക്കെ ഉറപ്പിച്ച് വിളിച്ചാലൊന്നും മിണ്ടുകയല്ല, മാറിയിരിക്കും. നമ്മുടെ കുടുംബജീവിതത്തിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ടോ? നമ്മുടെ ഇഷ്ടം നടക്കാണ്ട് വരുമ്പം മുറിപ്പെടുകയും പിണങ്ങുകയും അസ്വസ്ഥരാകുകയും അകന്നിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടോ? ഞാൻ പറയുന്നത്, ഭർത്താവ് കേൾക്കാതെ വരുമ്പം, അല്ലെങ്കിൽ ഭാര്യ അനുസരിക്കാതെ വരുന്ന ഉടനെ നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറുന്നുണ്ടോ? ഹൃദയപരിചയം നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നും ജഡവും ഹൃദയവുമായിട്ടൊരു സജീവ ബന്ധത്തിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള ആന്തരിക പരിചേതന കിട്ടിക്കഴിയുമ്പം നമ്മൾ ജഡത്തെ അതിന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു. അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ എന്താ? 12-ാം വാക്യം കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഇവിടെ പറഞ്ഞിരുന്നു. 12 മുതലുള്ള വാക്യങ്ങൾ: അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ജഡത്തെ അനുസരിക്കുമ്പോൾ എന്താ ധരിച്ചിരിക്കുന്നത്? കോപം, ക്രോധം, ഈർഷ്യ, പിണക്കം, ശാഠ്യം, ഭിന്നത, ദുർനടപ്പ്, അസൂയ, അതിരാഗം, ഇതൊക്കെയാ ധരിച്ചിരിക്കുന്നത്. നമ്മളത് മാറ്റണം. അതിന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് എന്താ ധരിക്കേണ്ടത്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം തിരിഞ്ഞിട്ടുണ്ടോ? നമുക്കൊരു വിശ്വാസമുണ്ടോ? മത്തായി 28:20 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിക്കാനുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് എന്നെ തന്നെ ശോധന ചെയ്യാറുണ്ട്. കർത്താവ് കൽപ്പിച്ച എല്ലാം അനുസരിക്കാനാ പറഞ്ഞു, ഞാൻ ഏതൊക്കെ അനുസരിക്കുന്നുണ്ട്? ഇപ്പൊ നമ്മള് സാഗ്ദാന്റെ ഒരു സ്റ്റഡി ഉണ്ട്, 80 കർത്താവ് കൽപ്പിച്ചതെല്ലാം, അല്ലേ? ഇതിനകത്ത് വിശദമായിട്ട് ബ്രദർ സംസാരിക്കുന്നുണ്ട്.
നമുക്ക് സംശയം കൂടാതെ പറയുന്ന ഒറ്റ കൽപ്പനയുണ്ട്. ഏതാണെന്നറിയോ? സ്നാനം. അല്ലേ? നമുക്കൊരു സംശയമില്ല. സ്നാനപ്പെട്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വല്ല സംശയമുണ്ടോ? സ്നാനപ്പെട്ട ഡേറ്റ് ഒക്കെ നമ്മൾ പറയും. ആ കൽപ്പന കാര്യം നമുക്ക് ഉറപ്പുണ്ട്. ബാക്കി കൽപ്പനകളോ? സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. അത് വരുന്നിടത്തോ ഈ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? ഇതെല്ലാം നമ്മൾ പടിപടിയായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാ. ഇസ്രായേലിന് കനാൻ വാഗ്ദത്തം ചെയ്തു. അവർ കൈയടക്കിയത് പടിപടിയായിട്ടാ. ആദ്യം അവർ എരിഹോ പിടിച്ചു, പിന്നെ ഹായ് പിടിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പല മല്ലന്മാരുണ്ട്. കോപം, ചിലർക്ക് ലൈംഗിക ആഗ്രഹങ്ങളായിരിക്കും, ചിലർക്ക് ധനമോഹമായിരിക്കും. നമ്മൾ ഏതിനെയൊക്കെ കീഴടക്കിയിട്ടുണ്ട്? ഇന്നും നമ്മൾ കോരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കമൊക്കെ ഉണ്ടോ? അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങള് മാതാപിതാക്കളെ നോക്കുമ്പോൾ മാതൃകയായിരിക്കേണ്ട മാതാപിതാക്കൾ ഇപ്പോഴും അന്യോന്യം പിണങ്ങുകയും കുറ്റം പറയുകയും കുറ്റപ്പെടുത്തുകയും തർക്കിക്കുകയും വാദിക്കുകയും ഒച്ചയുണ്ടാക്കുകയും. കർത്താവിനെ കുറിച്ച് ആ സ്റ്റഡിയിൽ 46-ാമത്തെ സ്റ്റഡിയിൽ യേശു കൽപ്പിച്ചല്ലോ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ലൂക്കോസ് വായിക്കുന്നത്, അവൻ തെരുക്കളിൽ തന്റെ ശബ്ദം കേൾപ്പിക്കത്തില്ല. സാഗ്രോർ ഇങ്ങനെ പറഞ്ഞു, തെരുക്കളിൽ കേൾക്കുന്ന പോലത്തെ ശബ്ദം നമ്മുടെ വീടുകളിൽ ഉണ്ടാകത്തില്ല, പുറത്തുള്ളവരാരും കേൾക്കുന്ന പോലെ. അങ്ങനെയാണോ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ? അതോ വഴിയെ പോകുന്നവർക്കൊക്കെ കേൾക്കാവോ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ശബ്ദമാണ്, അസമാധാനത്തിന്റെ അസ്വസ്ഥതയും പോരാട്ടത്തിന്റെ ശബ്ദമാണ്. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കിയില്ല, തെരുവീതികളിൽ ആരും അവന്റെ ശബ്ദം കേൾക്കത്തില്ല. ഒരു ക്രിസ്തീയ ഭവനം എന്ന് പറയുമ്പം ഈ പരിജ്ഞാനത്തിൽ വളരും തോറും നമ്മളെല്ലാം തുടങ്ങുമ്പോൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ മുന്നോട്ട് പോകും തോറും ഇത് കുറയണം. മറുവശത്ത് ആത്മാവിന്റെ ഫലം വർദ്ധിച്ചു വരണം. സഹോദരിമാരോട് പറയുമ്പം 1 പത്രോസ് 3 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവരുടെ ആഭരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അവരുടെ ആഭരണം. ഈ സാവധാനത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയാം. നമ്മളെല്ലാം പ്രകോപിപ്പിക്കുന്ന എവിടെയാ കോപിക്കുന്നത്? മനസ്സിലാ കോപിക്കുന്നത്, അല്ലേ? മോശയെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവന് വാഗൊണ്ട് അവിവേകം സംസാരിച്ചു പോയി. ഈ മനസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമായത് ഈ സാവധാനത. നമ്മളിൽ ക്രിസ്തുവിന്റെ മരണം നമ്മളിൽ വ്യാപരിക്കും തോറും ക്രിസ്തുവിന്റെ ജീവനും നമ്മൾ വ്യാപരിക്കണം. മറ്റേ നമ്മൾ തർക്കിക്കുന്നവരായിരുന്നു. ഭാര്യയുമായിട്ട് അല്ലെ ഭർത്താവുമായിട്ട് ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേ എങ്ങനെയാ നിൽക്കുന്നത്? പോരാടാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്, ഒരു തർക്കത്തിന്. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ തർക്കം മാറിപ്പോയോ? അതിൽ ഒരാളെങ്കിലും തർക്കിക്കാൻ വരുന്നിടത്ത് മരിച്ചിട്ടുണ്ടോ? ഇല്ല, മരിച്ച ഒരാളുടെ പ്രത്യേകത എന്താ? എന്തൊക്കെ ചെയ്താലും ആള് പ്രതികരിക്കത്തില്ല. അത് സംഭവിക്കുന്ന ആന്തരിക തലത്തിൽ ദൈവാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ അനന്തര ഫലമായിട്ടാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങിയ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഈ കാര്യത്തെക്കുറിച്ചൊരു ആന്തരിക ബോധ്യം നമുക്ക് തരും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ മിണ്ടാണ്ടിരിക്കും, കുറച്ചേരം മിണ്ടാണ്ടിരിക്കും, പിന്നെ പിടിവിട്ടു പോകും. ശരിയല്ലേ? ഇനി എന്ന് വന്നാലും ഞാൻ മിണ്ടുക എന്നൊക്കെ തീരുമാനിച്ചായിരിക്കുന്നത്. പക്ഷെ സഹോദരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പയ്യെ ചൊറിഞ്ഞു വന്നിട്ട് നമ്മളും തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങും. നമ്മളൊരു മരണം സംഭവിച്ചിട്ടില്ല. മരണം സംഭവിച്ചിട്ടുണ്ടല്ലോ, സഹോദരി 12 മണിക്കൂർ ഇന്ന് വെറുതാലും നമ്മൾ സ്വസ്ഥരായിരിക്കും. അതാ കാണിക്കുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ മരണം നമ്മുടെ ഹൃദയങ്ങളിൽ വഹിക്കുന്നുള്ളതിന്റെ തെളിവതാ. ഈ മരണത്തിലൂടെ ഒരു ജീവനിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കുറുക്ക് വഴിയില്ല. ഇപ്പം സൈക്കോളജിക്കലായിട്ട് ഒത്തിരി ഉപദേശങ്ങളൊക്കെ കുടുംബ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ ഒത്തിരി ഉപദേശം കേൾക്കാറുണ്ട്. പക്ഷെ പരീക്ഷ ശക്തമാകുമ്പോൾ ഉപദേശമൊക്കെ നമ്മൾ മറന്നുപോകും. ഒരിക്കലും നമ്മുടെ ഒരു സൗകര്യം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി സൈക്കോളജിസ്റ്റാണ്. പുള്ളി ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്ന ആളാണ്. ഒരിക്കലും സഹോദരനുണ്ടോ എന്ന് പറഞ്ഞു, ബ്രദറെ ഇന്ന് പുള്ളിക്കാരിക്ക് 2 എണ്ണം കൊടുക്കേണ്ടി വന്നു പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞതാണ്, ആദ്യം എനിക്കിട്ടടിച്ചു, 1-2 എണ്ണം കിട്ടി, ഞാൻ നോക്കുമ്പോൾ ഇനി അടിക്കാനുള്ള ഒരുക്കത്തില്ല, അപ്പം ഞാൻ 2 എണ്ണം കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം കുടുംബജീവിതത്തിലൊക്കെ ഉപദേശമൊക്കെ കൊടുത്ത ആൾക്കാരെന്നെ ശരിയാക്കുന്ന സൈക്കോളജിസ്റ്റാണ് സഹോദരി. പക്ഷെ സ്വന്തം കുടുംബത്തിൽ അത് അറിയത്തില്ല. പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ സഹോദരിമാരോട്? ഭർത്താവ് എന്ത് പറഞ്ഞാലും മിണ്ടരുത്, പ്രതികരിക്കരുത്. പക്ഷെ പരീക്ഷ വരുന്നിടത്ത് ഈ ഉപദേശത്തൊന്നും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല.
പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിനുള്ള മരണം. നമ്മൾ പാടുമ്പോ എന്താ പാടുന്നത്? എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെന്നല്ല, സമ്പൂർണമാകട്ടെ. അല്ലേ? അങ്ങനല്ലേ നമ്മൾ പാടുന്നേ? അത് ശരിക്കും നമ്മൾ എപ്പോഴാ അത് പാടണ്ടേ? ഇങ്ങനെയുള്ള ഒരു പരീക്ഷയുടെ മുമ്പിലാ. പക്ഷെ പരീക്ഷയുടെ മുമ്പിൽ ഹൃദയത്തിലേ പാടാവുള്ളൂ, പുറമേ പാടരുത്. ഇല്ല, ഇങ്ങനെ പരീക്ഷ പുറമേ പാടിയാൽ ചിലപ്പോൾ സംഘർഷം ശക്തി പ്രാപിക്കും. അവിടെ നമ്മൾ ആന്തരികമായിട്ടാണ് പാടുന്നത്, ആന്തരികമായിട്ടൊരു നടപ്പാകും. നമ്മൾ ആന്തരികമായിട്ട് ദൈവാത്മാവ് ഓടിയാ പറഞ്ഞത്. ആ ഉൾനട്ടതായ വചനം എന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം അതാ. ഇപ്പം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ഒരു വചനമുണ്ട്. ഇങ്ങനെ സംഘർഷ സാധ്യതയുള്ളിടത്ത് ആത്മാവ് നമ്മളോട് പറയും, വായെ പൂട്ടി നിശബ്ദനായിരിക്കുക. അതാണ് ആ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം. നമ്മളത് അനുസരിക്കുകയാണ്, നമ്മൾ ജയിക്കും. പക്ഷെ നമ്മളതിനെ അവഗണിക്കുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും. പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ ദൈവിക പരിജ്ഞാനം കൂടും തോറുമാണ് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത്, ആന്തരിക രൂപാന്തരം സംഭവിക്കുന്നത്. നമ്മൾ കൂടുതൽ ഇപ്പം നമുക്കറിയാം, യോഹന്നാൻ 17:3 കർത്താവ് പറഞ്ഞു, ഏകസത്യമേ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ അറിവ് എങ്ങനെയാ കിട്ടുന്നത്? അതാണ് 2 കൊരിന്ത്യരിൽ നമ്മൾ വായിച്ചത്, യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് ഞാൻ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്ന, ബുദ്ധിയിലല്ല. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, ഈ വചനങ്ങളെല്ലാം നമുക്കറിയാം, പക്ഷെ പരീക്ഷ സമയത്ത് ഇതൊന്നും നമ്മളെ സഹായിക്കുന്നില്ല. എന്താ അതിന്റെ കാരണം? അവിടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്ന റോമാലേഖനം 8 നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയല്ല. എങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നേ? അപ്പൊ നമുക്കറിയാം, ആത്മാവിനെതിരാ നമ്മുടെ ദേഹവും. ദൈവജനത്തിലൂടെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവാത്മാവ് തക്ക സമയത്ത് ഒരു വചനം തരും. അപ്പൊ നമ്മളിൽ തന്നെ അതിനെതിരായിട്ട് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ അതിനോട് എതിർത്ത് നിൽക്കും. അല്ലെ? ഇപ്പം ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പം ദൈവാത്മാവ് നമ്മളോട് പറയുന്നേ, ആരും ആയിക്കോട്ടെ, ഭർത്താവോ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ, നീ നിശബ്ദനായിരിക്കാനായിട്ടാ പറയുന്നത്, നിന്റെ വായിൽ നിന്നാകാത്തൊന്നും പുറപ്പെടരുത്. അപ്പൊ നമുക്കറിയാം, അങ്ങനെ നമ്മൾ ശബ്ദം കേട്ടു, പക്ഷെ നമ്മളെ എന്തോ ഒന്ന് ഇളക്കി കളയുന്നുണ്ട്. അതനുസരിക്കുന്നതിനെതിരായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു എതിർപ്പുണ്ട്. എന്താ നമ്മൾ ചിന്തിക്കുക? ഇങ്ങനെ ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ ഫോഷനായിട്ട് എണ്ണപ്പെടത്തില്ലേ? ഞാൻ അപമാനിതനാകത്തില്ലേ? നിന്ദിതനാകത്തില്ലേ? ഈ ക്രിസ്തീയത്തിന്റെ വഴിയെന്ന് പറയുന്ന അപമാനത്തിന്റെയും നിന്ദയുടെ ഒരു വഴിയാ, കഷ്ടതയുടെ വഴിയാ. നമുക്ക് കഷ്ടം സഹിക്കാൻ മനസ്സുണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. നമുക്കറിയാം, കർത്താവിന്റെ നിരന്തരം കർത്താവ് ഒരു തലത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ആ വിചാരണയോടുള്ള ബന്ധത്തിൽ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പം കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. മുകളിൽ നിന്നൊരു മിണ്ടാനുള്ള ഓർഡർ കിട്ടിയില്ല. ഉടനെ ചോദിക്കുന്നു, എനിക്ക് നിന്നെ വിട്ടയപ്പാനും ശിശുവിന് അധികാരം ഉണ്ടെന്ന് നിനക്ക് അറിയത്തില്ല? അതിന് മറുപടി പറയാൻ പിതാവ് പറഞ്ഞു, മേലിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ. നിങ്ങൾ വായിക്കുന്ന പീലാത്തോസ് ഭയപ്പെട്ടു പോയില്ല. അന്നേരം അതുവരെ നിശബ്ദനായിരുന്ന കർത്താവിനോട് പിതാവ് പറഞ്ഞു, ആത്മാവ് പറഞ്ഞു, ഇവിടെ നീ മറുപടി പറ. അതാ കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞേ, എന്റെ പിതാവ് സംസാരിച്ച് കേൾക്കുന്നതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, എന്റെ പിതാവ് ചെയ്ത് കാണുന്നതാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് അവനെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. ഇവിടെ നമുക്ക് അതിന് ആ ഇഷ്ടത്തിനെതിരായിട്ട് നമ്മളിൽ തന്നെയാണ് എതിർപ്പുള്ളത്. നമ്മുടെ ഒരു പാട്ടി പാടാറില്ല, എന്നിൽ എതിർപ്പുണ്ടെന്നാലും നിൻഹിതത്തിൽ എന്മോദം. ആത്മാവിൽ നമ്മൾ എന്തിനെ മുറുകെ പിടിച്ചിരിക്കുന്നുള്ള പ്രശ്നം. നമ്മളിൽ തന്നെ ഇതിന് എതിർപ്പുണ്ട്, അത് സത്യമാണ്. അത് മുന്നോട്ട് പോകുന്ന പറയാം, എതിർപ്പിന്റെ ശക്തി കുറയും. നമുക്ക് തന്നെ അറിയാം, ആദ്യമൊക്കെ ഭയങ്കരമായിരിക്കും. നമ്മളിൽ തന്നെ ഇതിന് ദൈവക്ഷത്തിനുള്ള ഒരു പോരാട്ടമുണ്ട്. അതുകൊണ്ടാ ഭക്തന്മാർ അങ്ങനെ എഴുതി, എന്നിൽ എതിർപ്പുണ്ടെന്നാലും. എന്നിൽ എന്ന് പറയുമ്പോൾ എന്റെ ദേഹിയിലും ദേഹത്തിലുള്ള എതിർപ്പാ, ആത്മാവിലല്ല. ആത്മാവ് എപ്പോഴും എന്തിലാ പ്രമോദിക്കുന്നത്? ദൈവത്തിലാ പ്രമോദിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എബ്രായർ 1:9 ഇങ്ങനെ വായിക്കുന്നു, എബ്രായർ 1:9, നീ ദുഷ്ടതയെ ദേഷിച്ച് നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരൻ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പാപത്തെ വെറുക്കുകയും നീതിയെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ട്. മത്തായി 5 കർത്താവ് പറഞ്ഞു, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ഉള്ളിൽ
നീതി എന്ന് പറയുന്ന ദൈവ സ്വഭാവത്തെ കുറിക്കുന്നതാണ്. നമുക്കൊരു ദാഹം ഉണ്ടോ? എനിക്ക് എങ്ങനെയെങ്കിലും യേശുവിനെ പോലെ ആയിത്തീരണം. എൻ്റെ ചിന്തകളിലും മനോഭാവങ്ങളിലും പ്രവൃത്തിയിലെല്ലാം എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരണം എന്നൊരു ആകെ ദാഹം ഉണ്ടോ നമ്മുടെ ഉള്ളിൽ? കർത്താവ് ആരെയാ തൃപ്തിപ്പെടുത്തുന്നേ? വിശപ്പുള്ളവരെ നന്മ കൊണ്ട് നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നു. നമ്മൾ ഈ പാപത്തെ ജയിക്കാൻ ഒരു ആന്തരിക ദാഹം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ദുർമോഹത്തെ, കയ്പിനെ, വെറുപ്പിനെ, പകയെ, പ്രതികാര ചിന്തയെ, ധനത്തിന്റെ മോഹത്തെ, ഇതിന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം മത്തായി ഒന്നും പറയുന്നുണ്ട്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനാ വന്നേ. തീമോഥെയോസ് അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ ജനം. നമ്മളൊരു പാപിയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? നമ്മുടെ ആത്മാവിലുള്ള വീണ്ടെടുപ്പ് മാത്രം പോരാ, എൻ്റെ ദേഹിയിലുള്ള വീണ്ടെടുപ്പിന്റെ തലത്തിലാണ് ഞാൻ പടിപടിയായിട്ട് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നത്. എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെടാൻ തുടങ്ങുന്നു. കോപത്തിന്റെ സ്ഥാനത്ത് ക്ഷമ വരാൻ തുടങ്ങുന്നു, കരുണ വരാൻ തുടങ്ങുന്നു, ദോഷം കണക്കിടാത്ത മനോഹം വരാൻ തുടങ്ങുന്നു. അതിനു മുമ്പ് ഞാൻ തിരിച്ചടിക്കുന്ന ഒരാള് നിശബ്ദനാകുന്നു. നിശബ്ദനാകുന്നതുകൊണ്ട് തീരുന്നില്ല. പത്രോസനെ കുറിച്ച് പറഞ്ഞ്, നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാ. പാപത്തിന് മരിച്ചാൽ മാത്രം പോരാ, അതൊരു വശമേ ആകുന്നുള്ളൂ. എതിർവശത്ത് ഈ നീതിയുടെ ഫലം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. കർത്താവ് പറഞ്ഞൊരു കാര്യം എടുത്തു പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്? അല്ലെ, പലപ്പോഴും നമ്മൾ കിട്ടിയാൽ കൊള്ളാം. ഇപ്പം മിസ്രൈം വിട്ടു പോകുന്നവരെ ദൈവർ കൊടുത്ത വാക്തത്വം, 2 വാക്തത്വ മോശം വന്ദനം പറഞ്ഞു. ഒന്ന്, ഞാൻ നിങ്ങളെ അടിമവിടാൻ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാം, ഞാൻ വിടുവിക്കാം. 2, പാലും തേനും ഒഴുകുന്ന കനാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ അവകാശമായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് കൈവശമായിട്ട് തരാം. ഒന്നാമത്തെ ഭാഗം അവർ വിശ്വസിച്ചു. ഏതാ വിശ്വസിച്ചേ? അടിമയുടെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാമെന്നുള്ളത് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് അവര് ഒരു പാർഷ്യലായിട്ട് അനുസരിച്ചു. അവരോട് പറഞ്ഞ പോലെ ഒരു കുഞ്ഞാടിനെ എടുത്തു, അതിനെ സൂക്ഷിച്ചു, അതിനെ അറുത്തു, മോശ മുഖാന്തരം കൽപ്പിച്ച അതിന്റെ രക്തം കടൽക്കാൽമേൽ കുറുമുഴുവിലും പുരട്ടി അതിന്റെ മാംസം അവര് തിന്നു. അരകെട്ടി എല്ലാം റെഡിയായിട്ട് തിന്ന് അവരിറങ്ങി പുറപ്പെട്ടു. അവരെ ചെങ്കടൽ കടന്നു, അല്ലേ, മരുഭൂമിയിൽ പ്രവേശിച്ചു. ആദ്യപടി പൂർത്തിയായി. ഞാൻ നിങ്ങളെ അടിമയുടെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച്. പക്ഷെ 2ാമത്തെ ഭാഗം വന്നപ്പോൾ നമുക്കറിയാം, അവരെ ഒറ്റുനോക്കാനായിട്ട് അയച്ചു 12 പേരെ. 10 പേര് വന്നിട്ട് എന്താ പറഞ്ഞു? നമ്മളെ കൊണ്ടത് പറ്റത്തില്ല, അവിടെ അനാഖ്യ എൻ്റെ പുത്രന്മാരെ മല്ലന്മാരെയും ഞങ്ങള് കണ്ടു, അവരുടെ മുമ്പിൽ ഞങ്ങള് വെട്ടുക്കിളിയെ പോലെ തോന്നി. പക്ഷെ ഈ ഫറവോന്റെ മുമ്പിൽ ഇവരെങ്ങനായിരുന്നു? അതുപോലെ വെട്ടുക്കിളി തന്നെയായിരുന്നു. ഫറവോന്റെ മുമ്പിൽ ഇവര് വെറും വെട്ടുക്കിളിയായിരുന്നു. പക്ഷെ ദൈവമാണ് അവരെ വിടുവിച്ചത്. കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിടുവിക്കാന്ന. യൂദായുടെ 24-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. ആരാ സൂക്ഷിക്കുന്നത്? ഞാൻ. ദൈവം ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിനകത്ത് നമ്മുടെ പങ്കെന്താ? നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മളോട് മിണ്ടാണ്ടിരിക്കാൻ പറയുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നു. നോക്കരുതെന്ന് പറയുമ്പം നോക്കുന്നില്ല. മിണ്ടാൻ പറയുമ്പം, ഇരിമ്യാവിനെ വിളിച്ചപ്പം ഇരിമ്യാവ് ദൈവത്തോട് പറഞ്ഞു, ഞാനൊരു ബാലനാണ്, എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. ദൈവം ഇരിമ്യാവോട് എന്താ പറഞ്ഞു? നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് അവരോട് അറിയിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നത് കേൾക്കുക, അതുപോലെ അവരോട് പറഞ്ഞേക്കുക. അതിനകത്ത് നമുക്ക് എന്താ പ്രസക്തിയുള്ളത്? കാര്യമായ പ്രസക്തിയൊന്നുമില്ല. അപ്പൊ പുതിയത്തിലേക്കും വരുമ്പം എന്തുകൊണ്ടാ നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടണമെന്ന് പറയാൻ കാരണം എന്താ? റോമർ 8:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ. അവിടെ പറഞ്ഞ് ആത്മാവിനാൽ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും സ്വന്തം ശക്തി കൊണ്ട് ശ്രമിക്കുക. നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ബുദ്ധിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് ശ്രമിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഒരിക്കലും വിജയിക്കത്തില്ല. എന്നിട്ട് നമ്മളൊരു പരിശുദ്ധത്തിലേക്ക് പോകും. പുറമെ ഒരു നല്ല സാക്ഷിയുള്ളവരായിട്ട് ജീവിക്കും. ശാന്തരികമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയിലേക്കാണ് കർത്താവ് എപ്പോഴും നോക്കുന്നത്. കർത്താവ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും നമ്മുടെ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും മനോഭാവങ്ങളെയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഈ ദൈവിക പരിജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ഖഡ്ഗപ്രായലേഖനത്തിലെ 10-ാമത്തെ അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു. അതിന്റെ 19 വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന രശീലിൽ കൂടി നമുക്ക് പ്രതീക്ഷിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരങ്ങൾ പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ മഹാഭൂതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഇവിടെ പറഞ്ഞിരിക്കും പരമാർത്ഥ ഹൃദയത്തോടെ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പലപ്പോഴും നമുക്ക് ഇല്ലാണ്ട് പോകുന്നൊരു കാര്യം ഇതാ. നമുക്ക് നമ്മുടേതായ ഒരു പരമാർത്ഥതയുണ്ട്, മാനുഷിക രീതിയിലുള്ള. യോസഫിന്റെ സഹോദരന്മാര് യോസഫിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ പരമാർത്ഥികളാ, ഒരപ്പന്റെ മക്കളാ. എന്ത് പരമാർത്ഥമായിരുന്നു അവർക്കുണ്ടായിരുന്നേ? നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയാ പറയാറുള്ളത്. നമുക്കൊരു പരമാർത്ഥം, നമ്മുടേതായ പരമാർത്ഥമുണ്ട്. പക്ഷെ യഥാർത്ഥ പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ അടുക്ക് ചെല്ലാനായിട്ടാ പറയുന്നത്. നാട്യങ്ങളുടെ ഒന്നും ആവശ്യം വേണ്ട. നമ്മുടെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, ജഡത്തിൽ നാട്യം വേണ്ടിങ്ങ് താഴ്മയിൽ നാം വളരും. പലപ്പോഴും നമ്മൾ ഈ നാട്യക്കാരായിട്ടിരിക്കുന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മൾ ചെയ്യുന്ന പലതും എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പം കുടുംബജീവിതത്തില് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന് മറ്റുള്ളവരെ കാണിക്കാനോ അറിയിക്കാനോ എൻ്റെ ശ്രമം. പക്ഷെ സത്യം അങ്ങനെ ആയിരിക്കത്തില്ല. സത്യം ആന്തരികമായ ഒരു അകൽച്ച ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി ആദ്യം ഉള്ളിലാണ് രൂപാന്തരം വരുത്തുന്നത്. അല്ലെ, ദൈവിക പ്രവൃത്തി എല്ലാം തുടങ്ങുന്നത് ഉള്ളിൽ നിന്നാണ്. സമാധാന കൂടാരം ഉണ്ടാക്കാനായിട്ട് മോശയോട് കൽപ്പിച്ചപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയത് ഏതാന്ന് പറയാം? പെട്ടകം. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്ന അവിടുന്നാ തുടങ്ങുന്നത്. അവിടുന്ന് പുറത്തോട്ടാ പണിത് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പം ദൈവം നമ്മുടെ ആത്മാവിലെ ഒരു പണി തുടങ്ങുന്നത്, ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് കർത്താവ് മത്തായി യോഹന്നാൻ 7 പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആ നദിയുടെ പ്രത്യേകത എന്താ? അത് പറ്റിപ്പോകത്തില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും ഉള്ളിൽ നിന്ന് വരുന്നത്. പക്ഷെ പുറമെ നമ്മളിൽ തന്നെ പുറപ്പെട്ടു വരുന്നത് അതൊരു നാട്യത്തിൽ നിന്ന് വരുന്നത്. അതിനൊരു പരിധിയുണ്ട്. മടുത്തു പോകും നമ്മൾ. പരീക്ഷ ശക്തമാകുമ്പോൾ നമ്മുടെ പിടി നഷ്ടപ്പെട്ടു പോകും. ദൈവാത്മാവ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പം ഹൃദയത്തിലുള്ള രൂപാന്തരീകരണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പാപത്തെ വെറുക്കാൻ തുടങ്ങുന്നത് ഹൃദയം കൊണ്ടാണ്. നീതി ഇഷ്ടപ്പെടുന്നതും ഹൃദയം കൊണ്ടാണ്. നമ്മൾ പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ മടുത്തവരാണ്. കർത്താവ് വിളിച്ചതാരെ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരും എൻ്റെ അടുക്ക വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ നിരാശരായി ഭാരത്തിലിരുന്നവരെ കർത്താവ് വിളിച്ചു, നിങ്ങൾ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മറ്റുള്ളവരോട് എന്താ പറഞ്ഞേ? പരീക്ഷന്മാരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ എങ്ങനെ നരകവതി തെറ്റി ഒഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഉള്ളിൽ സൗരസ്വരന്മാർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു? ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു അടങ്ങാത്ത ദാഹം നമുക്കുണ്ടോ? നമ്മൾ പാപം കൊണ്ട് മടുത്തവരാണ്, അതോ ഇന്ന് നമ്മൾ പാപത്തിൽ സന്തോഷിക്കുന്നവരാണ്? നമ്മുടെ ചിന്തകളിൽ ഒരു പോരാട്ടത്തിലാണോ നമ്മൾ ആ വാക്യം ഇന്ന് ദുർനടപ്പ് വിട്ട് ഒടുവിൽ എവിടുന്ന ഈ ഓട്ടം തുടങ്ങുന്നേ? ഉള്ളിൽ നിന്നാ, ചിന്തകളിലെ ഓട്ടം നമ്മൾ വിട്ടുകൂടാൻ തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ ചിന്തകളിൽ നമ്മൾ ദുർനടപ്പിന് ഇട കൊടുക്കുന്നവരും മോഹിക്കുന്നവരും ആ നിലയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരും ആണെങ്കിൽ ബാഹ്യമായിട്ട് നമുക്ക് ഓടാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും ദുർനടപ്പ് വിട്ടോടുകയല്ല, നമ്മൾ ദുർനടപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ ഇന്ന് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു? ആദ്യം ദൈവം നമ്മുടെ മനോഭാവങ്ങളിലാ മാറ്റം വരുത്തുന്നത്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ മനോഭാവത്തിൽ ആദ്യം ദൈവം മാറ്റം വരുത്തുന്നത്. വഴങ്ങാനും കീഴടങ്ങാനും അനുസരിക്കാനും ബഹുമാനിക്കാനും ഉള്ള ആന്തരികമായൊരു ദാഹമാണ് ദൈവം ആദ്യം തരുന്നത്. നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നെങ്കിൽ ആ ദാഹം വർദ്ധിക്കാൻ തുടങ്ങും. സാവകാശം നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ തുടങ്ങും. അതോ നമ്മൾ നമ്മുടെ നടപ്പിനെ ന്യായീകരിക്കുന്നവരാണോ? അല്ലെ, പലപ്പോഴും നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ പ്രവൃത്തികളെ ന്യായീകരിക്കും. ഞാൻ ഇന്ന കാരണം കൊണ്ട് അങ്ങനെ ചെയ്തേ. അതിന്റെ അനന്തരഫലം എന്താ? നമ്മൾ നമ്മളിൽ തന്നെ ശക്തരാണെന്ന് കാണിക്കുന്നതാണ്.
നമ്മൾ തന്നെ ബലഹീനനാണ്, നമുക്ക് ന്യായീകരണം ഉണ്ടാകത്തില്ല, ഒരു ന്യായീകരണവും ഉണ്ടാകത്തില്ല. ഇനി തെറ്റായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിയാൽ പോലും നമ്മൾ ഡിഫെൻഡ് ചെയ്യത്തില്ല. കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം എന്ത്? എനിക്ക് എങ്ങനെയും ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം. പൗലോസ് റോമാലേഖനം 7 അധ്യായത്തില് താൻ നിലവിളിച്ചൊരു കാര്യമുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവം അരിഷ്ടന്മാരെയാ സഹായിക്കുന്നു. 146 സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നു, സന്തോഷപ്രദരുന്നത് ആദ്യം പ്രാഥമികമായിട്ട് പറഞ്ഞിരുന്നു. 146 സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ്. 140 പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, പീഡിതന്മാർക്ക് അരിഷ്ടന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നു. നമുക്ക് എന്തുമാത്രം വിശപ്പുണ്ട്? ദൈവവചനത്തിനായിട്ടുള്ളൊരു വിശപ്പുണ്ടോ? പാപത്തെ ജയിക്കാനുള്ളൊരു വിശപ്പുണ്ടോ? ഒരു ദാഹമുണ്ടോ? അതോ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ തൃപ്തരാണ്, ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ചിന്തയാണ്? അതോ നമ്മൾ ആദ്യം വായിച്ചാൽ റോമർ 8:29 വായിക്കുന്ന പോലെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് എനിക്ക് അനുരൂപപ്പെടണം, പുത്രന്റെ അതേ സ്വഭാവമുള്ളവനായിട്ട് എനിക്ക് തീരണം എന്നൊരു ദാഹവും വിശപ്പും നമ്മുടെ ഉള്ളിലുണ്ടോ? അതുകൊണ്ട് മത്തായി 5 കർത്താവ് പറയുന്നത്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവജനത്തിന് മുമ്പിൽ. അങ്ങനെ ഒന്നുണ്ടോ? അതോ നമ്മൾ ഇന്ന് ഉള്ള അവസ്ഥയിൽ തൃപ്തരാണോ? തുടർന്ന് യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. നമ്മൾ ബദ്ധരാണെന്നുള്ളൊരു ബോധ്യമുണ്ടോ? പാപത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്, ഞാൻ പാപത്തിന്റെ അടിമയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടോ? നമ്മളെ വിളിച്ചിരിക്കുന്ന പാപത്തെ ജയിക്കാനാണ്. റോമർ 6 നമ്മളിങ്ങനെ വായിക്കുന്ന, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നു. അതോ ഇന്നും പാപം നമ്മളെ ഭരിക്കുന്നുണ്ടോ? കോപം, നമ്മൾ കോപത്തിന്റെ ദാസനാണ്, മോഹത്തിന്റെ, കയ്പിന്റെ, പരാതിയുടെ, പിറുപിറുപ്പിന്റെ ആ ദാസന്മാരായിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ചോദിക്കും എങ്ങനെ പിറുപിറുക്കാതിരിക്കുന്നതെന്ന് ചോദിക്കും. കാര്യങ്ങളെല്ലാം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പോകുമ്പം, എതിരായിട്ട് പോകുമ്പോൾ എങ്ങനെ പിറുപിറുക്കാതിരിക്കുന്നതെന്നാ. ഫിലിപ്പിയനിൽ നമ്മൾ വായിക്കുന്നു, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കള മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും. നമ്മൾ ഒരിക്കല് പാപത്തിന്റെ ദാസന്മാർ, അതിന്റെ ബദല് പറഞ്ഞിരിക്കുന്ന അനുസരണത്തിന്റെ ദാസന്മാരെന്നാണ്. ഇന്നും നമ്മൾ പാപത്തിന്റെ ദാസ്യത്വത്തിലാണോ അനുസരണത്തിന്റെ ദാസന്മാരായി തീർന്നിട്ടുണ്ടോ? അനുസരിക്കാനുള്ള ഒരു വലിയ വാഞ്ചയുണ്ടോ നമ്മുടെ ഉള്ളില്? നിലവിളിയുണ്ട്. പൗലോസ് നിലവിളി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും? അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു വിശപ്പും ദാഹവും നിലവിളിയും കരച്ചിലും ഉള്ളിടത്ത് മാത്രമേ ദൈവം സഹായിക്കത്തുള്ളൂ. അല്ല, ഞാൻ കർത്താവിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന കർത്താവിന് നേരെ വാ എന്നുള്ള മനോഭാവം ഉള്ളെന്ന്. ഒരിക്കലും എമോസിലെ ശിഷ്യന്മാരോടൊപ്പം നടന്ന് തിരുവഴുത്തൊക്കെ തെളിയിച്ചു കൊടുത്തിട്ട് അവരുടെ ഗ്രാമത്തോടെത്തുമ്പോൾ കർത്താവ് എന്താ ചെയ്തേ? മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ച് അവരെന്തു പറഞ്ഞു? നാഥാ, നേരം വൈകുന്നല്ലോ, ഇന്ന് ഞങ്ങളുടെ കൂടെ പാർക്കണം. അവർ അവനെ നിർബന്ധിച്ചു. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മളെ കടന്നു പോകുന്ന ഒരു കർത്താവാണോ നമുക്ക് ഉള്ളത്? അതോ നമ്മൾ കർത്താവിനെ നിർബന്ധിക്കാറുണ്ട്? കർത്താവേ പറ്റത്തില്ല, ഈ ജീവിതം എനിക്ക് മടുത്തു, ഈ കീഴടങ്ങാത്ത, മത്സരിക്കുന്ന, വെറുക്കുന്ന, കോപിക്കുന്ന, കൈപ്പോടിരിക്കുന്ന ഇത് മടുത്ത് കർത്താവേ, എനിക്കിത് വേണ്ട, എനിക്കൊരു സ്വാതന്ത്ര്യം വേണം, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവളായിട്ട് എനിക്ക് തീരണം കർത്താവ്. അങ്ങനെ നിലവിളി നമ്മുടെ ഉള്ളിലുണ്ടോ? നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യം എങ്ങനെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നത്? അസമാധാനം എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു തർക്കത്തല്ല പലപ്പോഴും തുടങ്ങുന്നത്. ഒരാൾ തർക്കത്തിനങ്ങ് മരിച്ചെന്ന് വിചാരിക്കുക, മറ്റേ ആൾ തർക്കിക്കാൻ വന്നിട്ട് ഇയാൾ തർക്കിക്കുന്നില്ല. അല്ലെ, ഉദാഹരണം, ഒരാൾ നമുക്കിട്ട് 2 തന്നു,
നമ്മൾ കൈയും കെട്ടി നിന്ന് കൊള്ളുന്നു. അവിടെ എന്താ സംഭവിക്കും? പിന്നെ അയാൾ അടിക്കത്തില്ല. ഒരു സാമാന്യ ബോധമുള്ള ഒരാളാണെങ്കിൽ അടിക്കത്തില്ല, പോകും. പക്ഷെ നമ്മൾ മുറുമുറുക്കുകയും വെല്ലുവിളിക്കുകയും തിരിച്ചടിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ പോരാട്ടമായിട്ട് തീരും. പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ മരിക്കാനായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, സ്വന്തം ഇഷ്ടത്തിന്. അല്ലെ? നമ്മുടെ എല്ലാം നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടമുണ്ട്, ദൈവേഷ്ടമുണ്ട്. ദൈവേഷ്ടം അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിന് പുതുക്കം വരണം. റോമർ 12:2 നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവം തിരിച്ച് മനസ്സ് പുതുക്കി. എങ്ങനെ എൻ്റെ മനസ്സിന് പുതുക്കം വരുന്നത്? എൻ്റെ ചിന്തകളിൽ ആദ്യം പുതുക്കം വരുന്നത്. ഞാനൊരു തീരുമാനം എടുക്കുന്നു, ഇനി എൻ്റെ സഹോദരി എന്തൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയത്തില്ല, എൻ്റെ വായിൽ നിന്ന് ആകാത്തൊന്നും വരത്തില്ല, ഞാൻ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകളെ പറയുള്ളൂ എന്നൊരു തീരുമാനത്തിൽ നിന്നാണ്. അത് പിന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ചിന്തകളിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയുന്നൊരു മനോഭാവം ഉള്ളെങ്കിൽ നമ്മൾ ഒരിക്കലും ജയിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചൊരു ഇഷ്ടം ചെയ്യാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. എബ്രാഹിം നമ്മളിങ്ങനെ വായിക്കുന്ന 10 നീ എനിക്ക് ശരീരം ഒരുക്കിയിരിക്കുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു. നമുക്കും വീണ്ടും ജനിച്ചതിന് ശേഷം നമുക്കൊരു ശരീരമുണ്ട്, അതിന് മുമ്പും ഉണ്ട്, അതിന് ശേഷമുണ്ട്. വീണ്ടും ജനിച്ചതിന് ശേഷമാണ് നമ്മുടെ ശരീരം ആരുടെയാ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കും, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരെ അല്ല. ഈ ശരീരം പിന്നെ ആരുടെയാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഇവിടെ എന്റെ അവയവങ്ങൾ ആരുടെ അവയവങ്ങളാ? ക്രിസ്തുവിന്റെ അവയവങ്ങളാ. എനിക്ക് എന്റെ ശരീരത്തിന്മേൽ ഇനി അധികാരമില്ല. ആർക്കാ അധികാരം? കർത്താവിനാ. ഞാൻ എന്നെ വില കൊടുത്ത് വാങ്ങി, ഞാൻ അടിമയായി തീർന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമുക്ക് കാണാൻ നമുക്കൊരു ഇഷ്ടമുണ്ട്, ദൈവേഷ്ടമുണ്ട്. നമ്മുടെ മനസ്സിന് പുതുക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവേഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കും. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടം ചെയ്യും. നമ്മുടെ ഇഷ്ടം ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഉപദേശമാണ് ഇഷ്ടം? പാല്, ഇല്ലേ? കർത്താവേ കരുണ തോന്നുന്നു, തെറ്റിപ്പോയി. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ ഒത്തിരി വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ക്ഷമ ചോദിക്കുന്നതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും, എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ജയിക്കാൻ തുടങ്ങും. നമ്മൾ തോൽക്കുമ്പോഴായി ക്ഷമ ചോദിക്കേണ്ടി വരുന്നത്. ജയിക്കാൻ തുടങ്ങുന്ന ഒരാളുടെ ക്ഷമയുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, അവന് സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. മറ്റാളോടുള്ള ബന്ധത്തിൽ അവർ തോറ്റ് അല്ലെ അവർ പരാജയപ്പെട്ട് നമ്മുടെ അടുക്ക വരുമ്പം അവരെ വിധിക്കത്തില്ല, നമ്മൾ അവരെ ചേർത്ത് പിടിക്കും. ദൈവിക പരിജ്ഞാനം നമ്മൾ വളരും തോറും ആണ് നമ്മൾ ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പകൽ ഒന്നിച്ചായിരിക്കുന്നിടത്ത് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നമ്മളെ തന്നെ വിധിക്കാം. നമ്മുടെ മുമ്പിൽ ഒരു ദർശനത്തിന്റെ ആവശ്യമുണ്ട്. കർത്താവ് എന്നെ എന്താക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ആന്തരിക ബോധ്യം എനിക്ക് വേണം. എന്നാലും എനിക്ക് ആ വഴിയെ നടക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു ദർശനം ഇല്ലെങ്കിൽ, നമുക്കറിയാം, ഇപ്പൊ ഈ ഹോള് പണിയുമ്പം ഇത് പണിയിപ്പിക്കുന്ന ആളുടെ മുമ്പിൽ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വെച്ചാ ഇത് ഓരോന്നും പണിതുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ എഫേസ്യ ലേഖനം 1:17 ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകണമെന്നാണ്. നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ വളർച്ച പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു ദർശനം എന്റെ ജീവിതത്തിൽ ആവശ്യം. നിങ്ങളുടെ ഹൃദയശി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ. അപ്പം എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നൊരു കാര്യം എൻ്റെ ഹൃദയത്തിന്റെ കണ്ണിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദർശനം തരും. ഇന്ന് ഞാൻ ശാപമായിരിക്കുന്ന എന്നെ അനുഗ്രഹമാക്കാൻ പോവുക. ഇന്ന് പിണങ്ങിയിരിക്കുന്ന എന്നെ പിണക്കമില്ലാത്തവനാക്കാൻ പോവുക. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്ന എന്നെ നന്മ പറയുന്നവനാക്കി തീർക്കാനായിട്ട് പോവുക. എന്നെ അങ്ങനെ മാറ്റാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ദർശനം നമുക്കുണ്ട്. ഒരു പരീക്ഷ വരുമ്പം നമുക്ക് ആ ബോധ്യം വേണം. ഇവിടെ ഞാൻ എങ്ങനെ ആയിരിക്കണം, ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മുടെ ബുദ്ധിയിലല്ല ഹൃദയത്തിലൊരു ബോധ്യം വേണം. സന്തോഷ് ബ്രദർ ആദ്യം പറഞ്ഞല്ലോ, നല്ല ഹൃദയം അല്ലെ, നല്ല നിലത്ത് വീണ വിത്തെന്നുള്ളതിനെ കുറിച്ച് മത്തായി 13 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? വചനം കേട്ട് ഗ്രഹിക്കുന്നതാ. മനസ്സിലാക്കുന്നതല്ല, ഗ്രഹിക്കുന്ന. മനസ്സിലാക്കുന്നത് നമ്മുടെ ദേഹിയുടെ തലത്തിലാണ്, ഗ്രഹിക്കുന്ന ഹൃദയം കൊണ്ടാണ് ഗ്രഹിക്കുന്നത്. ആത്മാവിന്റെ തലത്തിലുള്ളൊരു കാര്യമാണ്. ആ ഗ്രഹിച്ചൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, ബോധ്യമാണ്. ഒരു പടം നമ്മൾ കാണുന്ന പോലെ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോ പരീക്ഷയിലും ഞാൻ ഇവിടെ എങ്ങനെ ആയിരിക്കണം, പിന്നെ ശപിക്കുന്ന ഒരാളെടുക്ക വരുമ്പം എൻ്റെ ഹൃദയത്തിൽ വ്യക്തമാണ് ആ ദർശനം, ഞാനിവിടെ അനുഗ്രഹിക്കണം. എന്നെ അങ്ങനെ ആയിരിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്.
എനിക്കൊരു സംശയമില്ല ആ കാര്യത്തിൽ. പിന്നെ ഒരു തപ്പലിന്റെ ആവശ്യമില്ല. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വളരെ വ്യക്തമാണ്. ഹൃദയത്തിൽ ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ മനസ്സിലത് അറിയാം. പക്ഷേ ആ മനസ്സിലായിക്കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അശക്തനായിരിക്കും അവിടെ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യം തരികയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ആത്മാവിൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളത് വായിക്കുന്നുണ്ട്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആദ്യം ജ്ഞാനം നിറഞ്ഞില്ലായിരുന്നു, പിന്നെന്ത് ചെയ്തു? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയോ അവന്റെ മേലെ ഉണ്ടായിരുന്നു. ആത്മാവിൽ ബലപ്പെട്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എപ്പോഴും ദൈവേഷം ചെയ്യുന്ന കാര്യത്തിൽ കർത്താവ് വളരെ ശക്തനായിരുന്നു. സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു രൂപാന്തരത്തിലേക്ക് നമ്മളെ നടത്തി. തുടർന്ന് രണ്ട് വാരത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? തേജസ്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. 1 യോഹന്നാൻ 3:3 അവന്റെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നവരെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. വളരെ വ്യക്തം, അവൻ നിർമ്മലനായിരിക്കുന്നവൻ അല്ലെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ ഈ വഴിയിൽ നടക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിച്ചം ദൈവം നമുക്ക് നൽകാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു സ്ഥലത്ത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഓരോ പരീക്ഷകളിലും ഇത് നമ്മൾ കണ്ടെത്തുക ചെയ്യുന്നു. അത് ഭക്ഷിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ട്? നമ്മൾ ആത്മാവിൽ ബലപ്പെടും. നമ്മളെ വീഴിക്കാനായിട്ട് സാത്താന് കഴിയത്തില്ല. നമ്മളൊരു അനുഗ്രഹമായിരിക്കും. അസ്വസ്ഥതയുള്ളിടത്ത് നമ്മൾ സ്വസ്ഥത ഉണ്ടാക്കുന്നവരായിരിക്കും. അസമാധാനം ഉള്ളിടത്ത് സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. ക്ഷമയില്ലാത്തടത്ത് നമ്മൾ ക്ഷമ കൊടുക്കുന്നവരായിരിക്കും. കയ്പുള്ളിടത്ത് നമ്മൾ സ്നേഹം ചൊരിയുന്നവരായിരിക്കും. ഈ നിലയിൽ നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ആന്തരിക ദർശനം നൽകാനായിട്ട് നമുക്ക് എഫേസ്യർ 1:17, 18, 19 3 കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പറഞ്ഞ ദർശനത്തിന് വെളിപ്പാണ്ട് ആത്മാവിനെ നൽകേണ്ടതിന് നിങ്ങളുടെ ഹൃദയ പ്രകാശം അവന്റെ വിളിയാലുള്ള ആശ എന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാനം എന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പ് എന്നതും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദർശനം തരിക മാത്രമല്ല, അത് ചെയ്യാനുള്ള ശക്തിയും കൂടെ കർത്താവ് തരും. നമ്മൾ സ്വന്തം ശക്തികളെ നമുക്കൊന്നും പറ്റത്തില്ല. നമ്മൾ ഇതിനെ ആശ്രയിക്കുന്നില്ല, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കും. ഇപ്പം നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമോ. നമ്മുടെ വീട്ടിൽ വരുന്നവരെല്ലാം എന്താ കാണണ്ടേ? അകത്ത് വരുന്നവരെല്ലാം ഈ വെളിച്ചം കാണും. നമ്മുടെ വീട്ടിൽ വരുന്നവരെന്താ കാണണ്ടേ? അസമാധാനവും അസംതൃപ്തിയും പരാതിയും പിറുപിറുപ്പും ഒച്ചപ്പാടും ബഹളമുള്ള ഈ തലമുറയുടെ നടുവിൽ നമ്മുടെ വീട്ടിൽ വരുന്നവരെന്താ കാണണ്ടേ? സമാധാനം, സ്വസ്ഥത, സ്നേഹം, കരുണ, ക്ഷമ, ഇതൊക്കെ അവർ കാണണ്ടേ. അതാ വെളിച്ചമെന്ന് പറയാം. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരും, നമ്മൾ വെളിച്ചമായി തീരുന്നു ആ കുടുംബത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ക്ഷമിക്കുന്നവരാകുന്നു, കരുണ കാണിക്കുന്നവരാകുന്നു. ദോഷം ആരോടുള്ള ബന്ധത്തിലാ ഇല്ലേ? സ്നേഹത്തെക്കുറിച്ച് പറയുമ്പം സ്നേഹം ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, ദോഷം കണക്കിടുന്നില്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം ദോഷം ഉണ്ട് അവിടെ, പക്ഷേ ഞാനത് കണക്കിടുന്നില്ല. അപ്പൊ എന്നോട് ദോഷം ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ യോസേഫ് പറഞ്ഞ പോലെ നിങ്ങൾ ദോഷം നിരൂപിച്ചെങ്കിലും ഇന്നുള്ളതുപോലെ ദൈവം അത് നന്മയാക്കി തീർത്തു. അതുകൊണ്ട് സൗരസവന്മാരെ, നമുക്ക് ഈ ഒരു സത്യത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാനായിട്ട് നമുക്ക് കർത്താവിന്റെ മുഖം അന്വേഷിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.